ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു അധ്യായമാണ്. ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻഡർ പ്രൈസിൻ്റെ കാൽക്കുലേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻഡർ പ്രൈസ് കോസ്റ്റും പ്രോഫിറ്റ് പെർസെൻറ്റേജും സെയിം ആകുമ്പോഴുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും VKP കൊമേഴ്സ് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോ ലെക്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കണം, ടെൻഡർ പ്രൈസിൻ്റെ ബേസിക് കൺസെപ്റ്റും ഉണ്ടായിരിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ പാസ്റ്റ് കോസ്റ്റ് ബട്ട് നോട്ട് ചേഞ്ച് ഇൻ പാസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് കോസ്റ്റിലും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും ചേഞ്ച് ഇല്ലാതിരിക്കുമ്പോൾ പുതിയ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നായിരുന്നു. ഈ കേസിൽ പാസ്റ്റ് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ട്, ബട്ട് ദർ ഈസ് നോട്ട് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്, ഇൻ ദിസ് കേസ് എ കോസ്റ്റ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ പാസ്റ്റ് പീരിയഡ് ഷോയിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഈസ് ആൾസോ കാൽക്കുലേറ്റഡ്. കോസ്റ്റ് ഓഫ് ദ ടെൻഡർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ മേക്കിംഗ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദി എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. സെയിം പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഈസ് ആഡഡ് ആസ് പ്രോഫിറ്റ് ടു ഗെറ്റ് ദി ടെൻഡർ പ്രൈസ്. അപ്പോൾ എന്താണ്, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കഴിഞ്ഞ കോസ്റ്റ് ഷീറ്റിലെ അതേ പെർസെൻറ്റേജ് തന്നെ കീപ്പ് ചെയ്യുകയും കോസ്റ്റിൽ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയതിന് ശേഷമാണ് പുതിയ ടെൻഡർ അഥവാ കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റിൽ എന്തുണ്ട്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ വേരിയേഷൻ വരും. ആ വേരിയേഷനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പക്ഷെ എന്തില്ല, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിൽ മാറ്റമില്ല. വിത്ത് ചേഞ്ച് ഇൻ പാസ്റ്റ് കോസ്റ്റ് ബട്ട് നോ ചേഞ്ച് ഇൻ പാസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ക്വസ്റ്റ്യൻ ഈസ്, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഓഫ് മോഡേൺ റേഡിയോ കമ്പനി ഫോർ ദ ഇയർ എൻഡിംഗ് 31st December 2010. Here, some of the information given. Stock of material on 1st January 2010, rupees 30,000. Stock of materials on 31st December 2010, rupees 8,000. Purchase of materials, rupees 65,000. Factory wages considered as direct wages, rupees 85,000. Factory expenses considered as indirect expenses, rupees 20,000. Establishment expenses, 12,000. Stock of finished goods on 1st January 2010, 10,000. Stock of finished goods on 31st December 2010, 34,000. Sales, 1,98,000. The number of radios manufactured during the year 2010 was 2,000. 2000 യൂണിറ്റിൻ്റെ റേഡിയോസ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് എലമെൻറ്റ്സ് കൃത്യമായി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലെപ്പോഴും ആ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ടോട്ടൽ കോസ്റ്റ് ടിൽ ദ സെയിൽസ് വരെയുള്ള ഫോർമാറ്റ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ദ കമ്പനി വാണ്ട്സ് ടു കോട്ട് ഫോർ എ കോൺട്രാക്ട് ഫോർ ദി സപ്ലൈ ഓഫ് 600 radios ഡ്യൂറിംഗ് ദി ഇയർ 2011. The radios to be quoted are uniform quality and make and are similar to those manufactured in the previous year. But the cost of the material has increased by 15% and cost of factory labor by 10%. കഴിഞ്ഞ വർഷം 2010 2000 റേഡിയോ പ്രൊഡ്യൂസ് ചെയ്ത അതേ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യണം, ഈ കൊട്ടേഷൻ കിട്ടിയിട്ടുള്ള 600 റേഡിയോ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് സെയിം ആയിരിക്കണം. വ്യത്യാസം വരുന്നത് എന്താണ്, മെറ്റീരിയൽ പ്രൈസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 15%. ഫാക്ടറി ലേബർ ആൾസോ ഇൻക്രീസ്ഡ് ബൈ 10%. മെറ്റീരിയൽ കോസ്റ്റ് 15%, ഫാക്ടറി ലേബർ 10% കൂടപ്പെടുന്നുണ്ട്. അത് കൺസിഡർ ചെയ്തുകൊണ്ട് പഴയ പ്രോഫിറ്റ് തന്നെ പെർസെൻറ്റേജ്
നിലനിൽക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? വിത്ത് ചേഞ്ച് ഇൻ പാസ്റ്റ് കോസ്റ്റ് ബട്ട് നോട്ട് ചേഞ്ച് ഇൻ പാസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. പാസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും സെയിം ആയിരിക്കണം, പക്ഷേ കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ടെൻഡർ പ്രൈസിൽ. ഓക്കെ, പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് എ പ്രൈസ് ടു ബി കോട്ടഡ് ടു ഗീവ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ടേൺ ഓവർ ആസ് റിയലൈസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2010, അസ്യൂമിംഗ് ദാറ്റ് ദ cost per unit of overhead charges will be the same as in the previous year. അവിടെ ഒന്നും വ്യത്യാസം വരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അതേ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നെ നിലനിൽക്കണം. പക്ഷേ 2011 ഈ കൊട്ടേഷനിൽ പ്രോഫിറ്റ് സെയിം ആണെങ്കിൽ കൂടിയും മെറ്റീരിയലിലും ഫാക്ടറി ലേബറിലും വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സ്റ്റെപ്പ്, ആദ്യം പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. ആ കോസ്റ്റ് ഷീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് നമ്മൾ ഏൺ ചെയ്തിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, പ്രിപ്പയർ കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഗിവൺ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് പ്രൈസ് ഓൺ എലമെൻറ്റ്സ് ഓഫ് വേരിയസ് കോസ്റ്റ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽ, ലേബർ, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റിൽ മെറ്റീരിയൽ ലേബറിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ആ വ്യത്യാസങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻ ഓർ ടെൻഡർ പ്രൈസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ആസ് യൂഷ്വൽ വി ആർ പ്രിപ്പയറിംഗ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് 31st September 2010. Particulars, total per unit. First item, opening stock of raw materials. ക്വസ്റ്റിൽ തന്നത് അതേ ഇൻഫർമേഷൻസ് ആണ്. ₹30,000. പർച്ചേസസ് ആഡ് ചെയ്യുക 65,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 8,000 ലെസ് ചെയ്യേണ്ടതായിട്ടാണ്. നെക്സ്റ്റ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് 87,000. മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടുന്നത് എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടും. മെറ്റീരിയൽ കൺസ്യൂംഡ് 87,000 ഡിവൈഡഡ് ബൈ 2,000 യൂണിറ്റ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ളത്. ചെയ്ത് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് 43.50 എന്നുള്ളത് കിട്ടും. ദെൻ ഡയറക്റ്റ് വേജസ് 85,000. 2,000 ഡിവൈഡ് ചെയ്താൽ 42.5. ടോട്ടൽ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിരുന്നു. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, അതുകൊണ്ട് ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് മെറ്റീരിയൽ. Total prime cost 1,72,000 per unit 86. Then factory expenses. Add factory expenses 20,000 factory expenses per unit 10. Then we will get factory cost 1,92,000 and 96 per unit. Then add establishment expenses 12,000 per unit 6. Cost of production 2,000 unit in 2,04,000 102.0 is the per unit cost. Then add opening stock of finished stock 10,000 less closing stock of finished stock 34,000. Then finally we will get total cost or cost of sales is equal to 1,80,000. Then compare with sales already given in the question, that is 1,98,000. Here from we will calculate the profit. അപ്പോൾ സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് സെയിൽസ് 1,80,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. സെയിൽസ് 1,98,000 രൂപയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നു. സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ₹18,000. അപ്പോൾ പ്രോഫിറ്റ് 18,000 ആണെന്ന് മനസ്സിലായി. ടോട്ടൽ കോസ്റ്റ് 1,80,000 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകണം. That is calculation of percentage of profit. Go to second step. Percentage of profit on cost is equal to 18,000 divided by 1,80,000 into 100 is equal to 10%. അപ്പോൾ 10% പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. 10% പ്രോഫിറ്റ് മാർജിൻ. Then we will make the quotation statement. ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. 600 റേഡിയോയ്ക്ക് നമ്മൾ കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, നിലവിലെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. 2, മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് തുടങ്ങിയുള്ള ഏതെങ്കിലും എലമെൻറ്റിൽ ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ ആ ചേഞ്ചുകൾ കൺസിഡർ ചെയ്യുകയും വേണം. ഓക്കെ. പർട്ടിക്കുലേഴ്സ്, ടോട്ടൽ, പെർ യൂണിറ്റ്, ആസ് യൂഷ്വൽ ദ പ്രൊഫോമ ഓഫ് കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റഡ്. ഫസ്റ്റ് ഐറ്റം റോ മെറ്റീരിയൽ എക്സിസ്റ്റിംഗ് 43.5 എന്നുള്ളതാണ് റോ മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടത്.
43.5 ആണ് പെർ യൂണിറ്റ് പ്ലസ് 15% വർധനവ് കൂടി വരും. 15% വർധനവ് കൂടി വന്നാൽ 50.025 ആണ് എന്ത് വരുന്നത് പെർ യൂണിറ്റ് ഇൻറ്റു ടോട്ടൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി 600 റേഡിയോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റോ മെറ്റീരിയൽ വേണ്ട എമൗണ്ട് ഇസ് ഈക്വൽ ടു 30,015 rupees. ഡയറക്റ്റ് വേജസ് 42.5 പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തു പ്ലസ് 10% കൂടി അഡീഷണൽ വരണം. അപ്പോൾ എന്ത് വരും 075 കിട്ടും. ദെൻ മൾട്ടിപ്ലൈ വിത്ത് 600 ഈസ് ഈക്വൽ ടു 28,050. ദെൻ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടി ആഡ് ചെയ്താൽ പ്രൈം കോസ്റ്റ് കിട്ടും 96.775 and 58,065. Then add factory expenses 10 is equal to 6,000. Next factory cost is equal to 106.775, 64,065. It's nothing but just adding prime cost and factory expenses. Next, add establishment expenses is 6 per unit. 6 into 600 is equal to 3,600. Next, cost of production. Factory cost plus establishment expenses is equal to cost of production. 67,665, 112.775 per unit cost. Then profit is 10% on cost നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാണ് അത് തന്നെ എന്ത് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്തായിരുന്നു റോ മെറ്റീരിയൽ ലേബർ എക്സ്പെൻസസ് ഇതിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ ഏതെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ വർധനവോ കുറവോ ഉണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുകയും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നിലനിർത്തുകയും വേണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ അതേ കണ്ടീഷൻ ഫോളോ ചെയ്യുമ്പോൾ 43.5 എന്നുള്ള റോ മെറ്റീരിയൽ 15% കൂടി 42.5 എന്നുള്ള 10% കൂടി പക്ഷേ പ്രോഫിറ്റിൻ്റെ 10% അതുപോലെ നിലനിർത്തി 67,665 10% 67,67 ഓക്കെ ആഡ് ചെയ്യുമ്പോൾ 11.278 കൂടി ആഡ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ സെയിൽസ് ഓർ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഒരു റേഡിയോ നമുക്ക് 124.6053ക്കും 600 റേഡിയോസ് നമുക്ക് 74,432 rupeesനും നമുക്ക് എന്ത് ചെയ്യാം സെയിൽസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂണിറ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ്റെ ടെൻഡർ പ്രൈസ് അഥവാ കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇന്ന് പഠിച്ചത്. എല്ലാവർക്കും താങ്ക് യു. Have a nice day.